നമസ്കാരം. ഒരുപാട് കാത്തിരിപ്പിന് ശേഷം 2026 ജനുവരി 13 ടാറ്റ മോട്ടോഴ്സിൻ്റെ മൈക്രോ SUV ആയിട്ടുള്ള പഞ്ച് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു വാഹനത്തിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് പഞ്ചിനൊരു പഞ്ചില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? പഞ്ചിനകത്തിരിക്കുന്ന ആ 1.2 പെട്രോൾ എഞ്ചിനാണ്. ആ ഒരു എഞ്ചിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 87 PS പവർ, അത് 6000 RPM ജനറേറ്റ് ചെയ്യുന്നു. 115 Nm ടോർക്ക്, അത് 3150 RPM മുതൽ ഒരു 3350 RPM അതിനിടയ്ക്ക് തീർച്ചയായിട്ടും ആ ഒരു ടോർക്ക് ജനറേറ്റ് ചെയ്യും. ഈ ഒരു എഞ്ചിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 1199 CC ഇൻലൈൻ 3 സിലിണ്ടർ എഞ്ചിനാണ്. DOHC കൈൻഡ് ഓഫ് എഞ്ചിനാണ് വരുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. CNG ഉണ്ട്, അത് ട്വിൻ സിലിണ്ടർ ടെക്നോളജിയിൽ വരുന്ന CNG വാഹനമാണ് ഇത്. അത് നമുക്ക് തീർച്ചയായിട്ടും അറിയാവുന്നതാണ്. പവർ ഡ്രോപ്പ് ഉണ്ട്. 73 PS പവർ 6000 RPM ജനറേറ്റ് ചെയ്യുന്നു. അതുമാത്രമല്ല 103 Nm ടോർക്കാണ്. അത് ഒരു 3250 RPM ജനറേറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം ബൂട്ട് സ്പേസ് ഒക്കെ ഉള്ളൊരു വാഹനമാണ്. 366 ലിറ്റർ ബൂട്ട് സ്പേസ് ഉള്ളൊരു വാഹനമാണ്. 187 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വാഹനമാണ്. ഇത് മാത്രമല്ല 90 ഡിഗ്രി തുറക്കാൻ കഴിയുന്ന ഡോറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വിസിബിലിറ്റി വളരെ നല്ലതാണ്. നല്ല 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളൊരു വാഹനം തന്നെയാണ്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഈ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത്, ഈ ഒരു എഞ്ചിൻ വെച്ച് ഓടിക്കുന്ന സമയത്ത് കാര്യമായിട്ടുള്ളൊരു ഫൺ ടു ഡ്രൈവ് ആസ്പെക്റ്റ് നമുക്ക് ലഭിക്കുന്നില്ല. 19 കിലോമീറ്ററൊക്കെ മൈലേജ് പറഞ്ഞെങ്കിൽ പോലും നമുക്ക് കിട്ടുന്നത് പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലി നമുക്ക് കിട്ടുന്നത് ഒരു 12 കിലോമീറ്റർ മുതൽ ഒരു 16 കിലോമീറ്റർ വരെയൊക്കെയാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നമ്മൾ വാഹനം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഏതൊക്കെ വഴികളിലൂടെ ഓടിക്കുന്നു, ആ വഴികളിലെ അപ്പോഴുള്ളൊരു കണ്ടീഷൻ എങ്ങനെയാണ്, ട്രാഫിക് ഉണ്ടെങ്കിൽ അതനുസരിച്ച് കുറയും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള പഞ്ച് ഫേസ് ലിഫ്റ്റ് ആണെന്ന് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിലോ എഞ്ചിനിലോ യാതൊരുവിധ ചേഞ്ചും ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ടർബോ പെട്രോൾ എഞ്ചിൻ, ടർബോ എന്ന് പറയുന്ന എഞ്ചിൻ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഞ്ച് ഫേസ് ലിഫ്റ്റിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേഷനാണ്. ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. എന്നാൽ ടർബോ എന്ന് പറയുന്ന ഒരു എഞ്ചിനും കൂടെ വരുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു എഞ്ചിൻ വരുന്നു എന്ന് കേട്ടപ്പോഴത്തേക്കും ഒരു വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും പേഴ്സണലി എനിക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എക്സൈറ്റ്മെൻറ്റ് വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എത്രത്തോളം ഈ ഒരു വാഹനത്തിന് വേണ്ടിയിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് 1.5 ഡീസൽ എഞ്ചിൻ വരണം. അത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ആൾട്രോസിലൊക്കെ കാണുന്ന ആ ഒരു സെയിം ഡീസൽ എഞ്ചിൻ ഈ ഒരു വാഹനത്തിലേക്ക് വരണം. പാക്കേജിങ്ങിൻ്റെ ഇഷ്യൂ കൊണ്ടാണോ, അല്ലെങ്കിൽ വെയിറ്റ് പവർ റേഷ്യോയുടെ പ്രശ്നം കൊണ്ടാണോ, കോസ്റ്റിൻ്റെ പ്രശ്നം കൊണ്ടാണോ, എന്തുകൊണ്ടാണോ എന്നറിയില്ല, ആ ഒരു എഞ്ചിൻ ഈ ഒരു വാഹനത്തിലേക്ക് വന്നില്ല. ആ ഒരു എഞ്ചിൻ വന്നിരുന്നെങ്കിൽ ഈ ഒരു വാഹനത്തിന് എങ്ങനെ നോക്കിയാലും 24 കിലോമീറ്ററിനൊക്കെ അടുത്ത് മൈലേജ് ലഭിക്കും. ഈ ഒരു വാഹനം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് മാറും. പ്ലാറ്റ്ഫോമിൽ യാതൊരുവിധ ചേഞ്ചും ഇല്ല. ആൽഫ ആർക്ക് പ്ലാറ്റ്ഫോം തന്നെയാണ്. ആൽഫയുടെ എക്സ്പാൻഷൻ നമുക്കറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ കൂടിയും എടുത്തു പറയുന്നു, അജൈൽ, ലൈറ്റ്, ഫ്ലെക്സിബിൾ, അഡ്വാൻസ്ഡ് ആർക്കിടെക്ചർ എന്നുള്ളതാണ് ആൽഫ ആർക്ക് എന്നുള്ളതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഹാച്ച് ബാക്ക് വാഹനങ്ങളും SUV വാഹനങ്ങളും സെഡാൻ വാഹനങ്ങളൊക്കെ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. പെട്രോൾ, ഡീസൽ, ഹൈബ്രിഡ് വാഹനങ്ങളൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാം. അതിനുള്ളൊരു എക്സാമ്പിളാണ് ആൾട്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീസൽ എഞ്ചിൻ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് പ്രധാനമായിട്ടും എടുത്തു പറയണം. 6 ഗിയർ 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ടർബോയുടെ കൂടെ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. എന്തായാലും ടർബോ എന്ന് പറയുന്ന ആ ഒരു എഞ്ചിന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ആ ഒരു എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1.2 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഇതിൻ്റെ ഒരു പവർ വരുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ്ലി 108 BHP പവറാണ് വരുന്നത്. അത് 5500 RPM ജനറേറ്റ് ചെയ്യുന്നു. അപ്പോഴും നമ്മൾ ആലോചിക്കണം, 5500 RPM ഈ ഒരു 108 BHP വരുന്നത്. പക്ഷേ ടോർക്കിലേക്ക് വരുമ്പോഴത്തേക്കും 1500 RPM മുതലേ ഈ ഒരു ടർബോ ചെയ്ത് അതിൻ്റെ പെർഫോമൻസ് കാഴ്ചവെക്കും. ഒരു 140 Nm ടോർക്കാണ് വരുന്നത്. ആ ഒരു എഞ്ചിനാണോ ഇതിലേക്ക് വരുന്നത് എന്നുള്ളത് സസൂക്ഷ്മം നമ്മൾ നിരീക്ഷിക്കേണ്ട കാര്യമാണ്. അതല്ല ടാറ്റയുടെ 1.2 ടർബോ ചാർജ്ഡ് ഗ്യാസിലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആ ഒരു എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, ട്രസ്റ്റ് മീ. കാരണം ഈ ഒരു വാഹനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നല്ലൊരു എഞ്ചിൻ ഡിസേർവ് ചെയ്യുന്ന ഒരു വാഹനം തന്നെയാണ്. ഡീസൽ എഞ്ചിൻ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിക്ക് കണ്ണടച്ചും പറയാം, ഈ ഒരു വാഹനം ആളുകൾ 2 കൈയും നീട്ടി സ്വീകരിക്കും. ഇനിയിപ്പം DPFൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം ഒരു പരിധിക്ക് മുകളിൽ നമുക്ക് ഓവർകം ചെയ്യാവുന്നതാണ്. കാരണം ആ ഒരു ഡീസൽ വാഹനം ഉപയോഗിക്കുന്നവർക്ക് അത്രമേൽ ഓട്ടമുണ്ടായിരിക്കും. അതനുസരിച്ച് വാഹനം ഓടിക്കുക, പാസീവായിട്ടുള്ള റീജനറേഷനൊക്കെ ഈ ഒരു വാഹനത്തിലേക്ക് ഉണ്ടായിരിക്കും. ആക്റ്റീവായിട്ടുള്ള റീജനറേഷൻ നമുക്ക് അറിയാവുന്നതാണ്. പാസീവ് റീജനറേഷൻ എന്ന് പറയുന്നത് വാഹനം ഒരു ഹൈ RPM അല്ലെങ്കിൽ ഹൈവേയിലൊക്കെ ഒരു പരിധി കൂടുതൽ വേഗതയിൽ നമ്മൾ ഓടിക്കുമ്പോഴത്തേക്കും നല്ല രീതിക്ക് വാഹനം ചൂടാവുകയും ആ
ചൂടോടുകൂടി തന്നെ നിലനിൽക്കുമ്പോഴത്തേക്കും ഹൈ ടെമ്പറേച്ചറിൽ ഈ ഡെബ്രിസ് അല്ലെങ്കിൽ DPFനകത്ത് വരുന്ന ക്ലോഗിങ് കാര്യങ്ങളൊക്കെ കത്തി നശിച്ച് വീണ്ടും അത് ക്ലിയർ ആകും എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിനകത്ത് ഞാൻ ഈ ഒരു കുറച്ച് ടീസേഴ്സൊക്കെ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ടീസർ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഈ ക്ലസ്റ്ററിനകത്ത് 21 കിലോമീറ്റർ ആവറേജ് മൈലേജ് അല്ലെങ്കിൽ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കമ്പനി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ ടാറ്റ മോട്ടോഴ്സിൻ്റെ ടർബോ ചാർജർ ഗ്യാസിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനൊക്കെ അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻസി നൽകുന്ന എഞ്ചിനാണ്. പക്ഷേ ഇതുപോലത്തെ ഒരു വാഹനം എന്ന് പറയുമ്പോഴത്തേക്കും വാഹനം മോശം എന്നുള്ളതല്ല. ഈ ഒരു ചെറിയ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈസ് ബ്രാക്കറ്റിനുള്ളിലാണ് ഈ ഒരു വാഹനം നിൽക്കുന്നത്. പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ നെക്സോണുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു എഞ്ചിൻ വരുമോ എന്നുള്ളൊരു കാര്യം വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്തായാലും iTurbo എന്നുള്ളൊരു ബാഡ്ജിങ് ആണ് ഇപ്പോൾ കാണുന്നത്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് നമ്മൾ കാണുന്നുണ്ട്. അത് മാത്രമല്ല ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ ഫുള്ളി ഡിജിറ്റലാണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 21 കിലോമീറ്റർ മൈലേജ് ആവറേജ് അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏതൊരു എഞ്ചിനാണെന്നുള്ളത് ആകാംക്ഷയാണ്. എന്തായാലും DCA എന്ന് പറയുന്ന എഞ്ചിൻ, ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ, അത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ബാഡ്ജിങ് ആണ് DCA എന്ന് പറയുന്നത്. അപ്പോൾ അത് വിട്ടിട്ടുള്ളൊരു കളി ടാറ്റ മോട്ടോഴ്സിന് ഇല്ല. എന്തായാലും ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഈ ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു സിട്രോൻ്റെ C3 മാത്രമാണ് ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് iTurbo ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. ഡീസൽ ഈ ഒരു വാഹനത്തിലേക്ക് വരാത്തതിൻ്റെ വിഷമം തീർച്ചയായിട്ടും പങ്കുവെച്ചുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.